മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കോൺഗ്രസിന് തന്നെ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന പല വകുപ്പുകളും വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്ക് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. നീളകേട്ടിലെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ആദ്യ ദിനം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യ ദിനം തന്നെ BJP MLA വി മുരളീധരൻ രംഗത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സഭയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ആഭ്യന്തരമന്ത്രിയാണ് വരേണ്ടത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത് കോൺഗ്രസിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെയാ. പക്ഷേ കേരളത്തിൽ ഇപ്പൊ UDF സർക്കാർ രണ്ടാമനായിട്ട് പൊക്കിപ്പിടിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സകല ആത്മാഭിമാനവും ലീഗിന്റെ മടിയിൽ കൊണ്ടുപോയിട്ട് അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു. ഏതായാലും അന്ന് ഇത്രത്തോളം ഭൂരിപക്ഷമൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോ ലീഗ് ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന് മറ്റ് കക്ഷികളോടൊപ്പം കൂടിയിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കോ? ഇനി മികവിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ എത്ര മികച്ചതാണ് രമേശ് ചെന്നിത്തല. കേരളത്തിലെ സ്വാധീനം വെച്ച്, ആളുകളിലെ സ്വാധീനം വെച്ച് രമേശ് ചെന്നിത്തല, മികവ്, ഭരണ മികവ് വെച്ച് രമേശ് ചെന്നിത്തല, അങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയേക്കാൾ ഒരുപാട് പടി മുകളിലല്ലേ. ലീഗിന് ആകെ 22 സീറ്റാണ്. അതിന്റെ ഡബിളിലും അധികം കോൺഗ്രസിനില്ലേ. ആ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ രമേശ് ചെന്നിത്തല. എന്നിട്ടും രണ്ടാമനെന്ന് അറിയപ്പെടുന്നില്ല, മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിരിക്കുന്നു. ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. മലയാളികൾ വലിയ രീതിയിൽ ഇതൊക്കെ ചർച്ചയും ചെയ്യണോ? ഒരു മതപാർട്ടി നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഭരണം നിയന്ത്രിക്കുന്നതിലേക്കൊക്കെ എത്തി എന്ന് പറയുന്നത് എത്ര നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് എത്ര അപമാനമാണ്. ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് നിയമസഭയിൽ നിന്ന് ലീഗിനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ വെറുതെ കയ്യും വീശി അങ്ങ് ലീഗിന് മുന്നോട്ട് പോവാൻ സാധിക്കൂല. BJP MLA മാർ കൃത്യമായിട്ട് ലീഗിന്റെ ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്ത് രംഗത്തുണ്ടാവും. അപ്പൊ ഒരുപാട് ആളുകൾ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ ലീഗിന്റെ വക്താക്കൾ ഉൾപ്പെടെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഇടതുപക്ഷത്ത് അവരുടെ ഒപ്പമുള്ള കക്ഷികൾ 2ഓ 3ഓ ഏത് സ്ഥാനവും ഏത് വകുപ്പെടുത്താലും ഇവിടെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് നിരന്തരം പറയാറുണ്ട്. ഈ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ലീഗ് എടുക്കുന്നത് ഒരിക്കലും ബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും BJP ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് ഈ പ്രധാനപ്പെട്ട ലീഗ് വക്താക്കളുടെ ചോദ്യം, ഇടത് ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആരും ചോദിക്കില്ലായിരുന്നല്ലോ, ലീഗിന്റെ സ്ഥാനത്തെ കുറിച്ച്, ലീഗിന്റെ വിഷയത്തെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, ഇടതു ഭരണത്തിൽ ഒരു ഹിന്ദു ലീഗില്ലായിരുന്നു, ഇടതു ഭരണത്തിൽ ഒരു ക്രിസ്ത്യൻ ലീഗില്ലായിരുന്നു, ഇടതു ഭരണത്തിൽ ഒരു മുസ്ലിം ലീഗില്ലായിരുന്നു, ഒരു മത പാർട്ടി ഇടതു ഭരണത്തിലില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും CPM ഒപ്പമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവർ അതേത് വകുപ്പ് എങ്ങനെ എടുത്താലും അതൊക്കെ അവരുടെ കൂട്ടായ്മ, അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ എന്ന് പറയാം. പക്ഷെ UDFന്റെ അവസ്ഥ അങ്ങനെയല്ല. ഇവിടെ രണ്ടാമനായിട്ടൊരു മതപാർട്ടിയുടെ നേതാവിനെ ഉയർത്തിപ്പിടിക്കുന്നത് ഗൗരവകരമായിട്ട് മലയാളികൾ ചിന്തിക്കും. അതിന്റെ അപകടത്തെ കുറിച്ചാണ് വി മുരളീധരൻ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. സകല മലയാളികളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഹിന്ദു ലീഗ് ഉണ്ടാക്കിയിട്ട് ഇവിടെ രണ്ടാമനായിട്ട് ഒരു ഭരിക്കുന്ന സർക്കാരിൽ രണ്ടാമനായിട്ട് ഹിന്ദു ലീഗിന്റെ നേതാവ് നിന്ന ഇവിടെ
ഇപ്പൊ ലീഗിന്റെ സകലതിനും മതേതരത്വം പറയുന്ന ആളുകൾ കുറഞ്ഞതുള്ളോ ഇല്ലേ? ഇത് ലളിതമായിട്ടുള്ള ചോദ്യ. ഒരു ക്രിസ്ത്യൻ ലീഗ്, ഇനി മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് കൊണ്ട് മറിച്ച് കുറച്ച് ആളുകൾ ഹിന്ദു ലീഗോ കുറച്ച് ആളുകൾ ക്രിസ്ത്യൻ ലീഗ് ഉണ്ടാക്കിയിട്ട് കുറെ MLA-മാരെയൊക്കെ ജയിപ്പിച്ചു വന്നാൽ അതിന് നിങ്ങൾ മതപാർട്ടി എന്ന് പറയോ, വർഗീയത എന്ന് നിങ്ങൾ പറയോ എന്നുള്ളത് മാത്ര കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ലളിതമായ ചോദ്യം. ലീഗ് ഒരു മതപാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്. അപ്പൊ ലീഗിനെതിരെ എന്തു പറഞ്ഞാലും ആളുകൾ തെറിവിളികളുമായിട്ട് രംഗത്തെത്തുക. വി മുരളീധരൻ ഗൗരവത്തിൽ ഈ വിഷയം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെയും തെറിവിളിച്ച ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ വായയൊക്കെ വാ തുറന്നാൽ പച്ച നുണയും വിദ്വേഷവും മാത്രമേ പറയൂ. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന വാക്ക് ഇവൻ പറയാറുണ്ടോ? ജനങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഇനിയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വി മുരളീധരൻ വിജയിച്ചു വന്നത് എന്ന് ഈ മൊണ്ണയൊക്കെ എന്താണ് തിരിച്ചറിയുക? ലീഗിനെതിരെ പറയുമ്പോഴൊക്കെ വിദ്വേഷ പ്രചരണോ വർഗീയത. ഇന്ത്യ ലീഗ് മതപാർട്ടിയല്ലേ? ആ മതപാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെ കേരളം ഭരിക്കുന്നതിൽ രണ്ടാമനായിട്ട് നിന്നാൽ കേരള കോൺഗ്രസോ വേറെ എത്ര കക്ഷികളുണ്ടോ ഒപ്പോ അവരാര് വന്നാലും ഇവിടെ ആർക്കൊരു പ്രശ്നമില്ല, പക്ഷെ ഒരു മതപാർട്ടി ആഭ്യന്തരമന്ത്രിയെ പോലും തള്ളിക്കൊണ്ട് രണ്ടാമനായിട്ട് കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നതിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കോ ആ പറയുന്നവർ ലീഗിനെതിരെ പറഞ്ഞാൽ അത് വർഗീയതോ എന്ന്. ലീഗ് പറയുന്നൊക്കെ മതേതരത്വം, അതൊക്കെ ഇനി 4ആയിട്ട് പോക്കറ്റിൽ മടക്കി വെച്ചാൽ മതി. ഇതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിയാം. ലീഗിനെതിരെ പറഞ്ഞാൽ വർഗീയതോ എന്നൊന്നും പറയുന്ന ഇനി അധിക കാലം മുന്നോട്ട് പോയില്ല. ലീഗ് ഒരു വർഗീയ പാർട്ടിയാ. ആ വർഗീയതക്കെതിരെ ബോധമുള്ളവർ നിരന്തരം സംസാരിക്കും. മറ്റൊരു കമന്റാണ്, കേരള നിയമസഭ അത് ഉണ്ടായ കാലം മുതൽ ഇതൊക്കെ ഉണ്ട്, അതിനാൽ ഇതൊന്നും ആലോചിച്ച് സമയം കളയേണ്ട. കാരണം കേരളം വിദ്യാഭ്യാസം വിവരമുള്ളവരുടെ നാടാണ്. വർഗീയത, വിഭാഗീയത, കലാപം കേരളത്തിൽ അത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കില്ല. വർഗീയത, വിഭാഗീയത, കലാപം ഇതിലൊന്നും ലീഗ് ഇല്ലാത്തത് ഏതാണ്? ലീഗ് ഇല്ലാത്തതിൽ ഇതിൽ ഏതാ? മതം പറഞ്ഞ ആളെ ഭിന്നിപ്പിക്കുക, മതം പറഞ്ഞ് വോട്ട് വാങ്ങുക, മതം പറഞ്ഞ് MLA ആവുക, മതം പറഞ്ഞ് സമുദായത്തിന് വേണ്ടി മന്ത്രിയാവുക, മതത്തിന് വേണ്ടി രണ്ടാമനാവുക. ഇതൊക്കെ ചെയ്ത അണികൾ പറയാണ് ഇവിടെ വിദ്യാഭ്യാസമുള്ള ജനത ഉണ്ടായത് കൊണ്ടാണ് വി മുരളീധരനൊക്കെ രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി രണ്ടാമനായിട്ട് ആഭ്യന്തരമന്ത്രിയെ പോലും തള്ളിക്കൊണ്ട് രണ്ടാമനായത് ഗൗരവകരമായ വിഷയമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരമുണ്ട്. ആ വിവരം കൊണ്ടാണ് കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്. അതുകൊണ്ടാണ് ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് ബോധമുള്ള ആളുകൾ നിരന്തരം പറയുന്നത്. അത് ലീഗ് അനുകൂലികൾക്ക് സഹിക്കില്ല എന്നുള്ള ബോധമുള്ള ആളുകളൊക്കെ ഇത് ഏറ്റുപിടിക്കും. അധികം വൈകാതെ ലീഗിന്റെയൊക്കെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കം വേണ്ട. കാരണം കേരളത്തിൽ വലിയ വിവേകമുള്ളൊരു പുതുതലമുറ വളർന്നു വരുന്നുണ്ട്, അതിലൊരു തർക്കവും വേണ്ട. അടുത്ത കമന്റാണ്, ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്ക് വേണ്ടി വല്ലതും സംസാരിക്കണോ മലരുകളെ എന്നൊക്കെയാണ്. പച്ചത്തെറി ഒരു MLA ആണ്, ഈ മുരളീധരനെയാണ് ഇത്തരം ലീഗ് പ്രവർത്തകർ വന്ന് തെറി വിളിക്കുന്നത്. ഈ തെറി വിളിക്കുന്നതും ലീഗ് പ്രവർത്തകരുടെ സ്വന്തം പോക്കറ്റിലുള്ള അവരാണ്. ഇതുപോലെ പച്ചക്ക് തെറി വിളിക്കുന്ന ആളുകൾ. ഇതൊക്കെയാണോ ലീഗിന്റെ സംസ്കാരം? നമ്മൾ തെരുവിലൊക്കെ കണ്ടില്ലേ, കോലം കത്തിക്കുക, പച്ചത്തെറി വിളിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു കിട്ടുമ്പോ അയ്യോ വർഗീയതയോ എന്ന് പറഞ്ഞ് ചാടി വീഴുകയും ചെയ്യും. ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയ. ഇത് വി മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കി, അതിനെന്തിനാ തെറി വിളിക്കുന്നത്? ലീഗിന്റെ സംസ്കാരം എന്ന് പറയുന്നത് മതേതരത്വമല്ല. പച്ചത്തെറി വിളിക്കുക, സകലരെയും അടക്കി നിർത്തുക, സ്വന്തം സമുദായ വോട്ട് പിടിച്ചു വാങ്ങുക, അതിൽ വിജയിക്കുക, അത് വർഗീയതയാന്ന് പറയുന്നവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരെ ആക്രമിക്കാൻ നിൽക്കുക. ഇതൊക്കെയാണ് ലീഗ്. ഇത്തരം കമന്റുകളൊക്കെ എത്ര. വി മുരളീധരൻ MLA എന്തിന് തെറി വിളിക്കുക? അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി, അത് താല്പര്യമില്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ പോരെ. വി മുരളീധരൻ പറഞ്ഞത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഒരു മതപാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ കേരളത്തിൽ രണ്ടാമനായിട്ട് ഭരണ ചുമതലയൊക്കെ കൊടുക്കുന്നത് അത് വലിയ വിഷയം തന്നെയാണ്. അത് കേരളത്തിലെ വിവേകമുള്ള ജനത നിരന്തരം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും.